കൃത്യം 6 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2020 മാർച്ച് 24-ന് നമ്മളൊരു ലോക്ക്ഡൌണിലേക്ക് പോയത് ഓർമ്മയുണ്ടോ? രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത ആ നിമിഷം. വീണ്ടും ഒരു ലോക്ക്ഡൌൺ വരുമോ എന്ന പേടിയിലാണ് രാജ്യം ഇപ്പോൾ. അന്ന് വില്ലൻ കോവിഡ് വൈറസ് ആയിരുന്നു. എന്നാൽ ഇന്ന് 2026 മാർച്ച് 26-ന് ലോകം മറ്റൊരു ഭീകരമായ ലോക്ക്ഡൌണിലേക്ക് നീങ്ങുകയാണ്. ഇതിനെ വിദഗ്ധർ വിളിക്കുന്നത് എനർജി ലോക്ക്ഡൌൺ എന്നാണ്. ഇതുകൂടാതെ കഴിഞ്ഞ 48 മണിക്കൂറായി ഇന്ത്യയിലെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യപ്പെടുന്ന വിഷയം ലോക്ക്ഡൌൺ ഇൻ ഇന്ത്യ 2026 എന്നാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം 1 മാസം പിന്നിടുമ്പോൾ ലോകത്തിന്റെ ശ്വാസം മുട്ടുകയാണ്. പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ നീളുന്ന ക്യൂകളുണ്ട്. സ്കൂളുകൾക്ക് അവധി. ഓഫീസുകൾ വീണ്ടും ലാപ്ടോപ്പുകളിലേക്ക്. അതെ, കൊറോണ കാലത്തെ ആ ഒരു ഭീകരമായ പ്ലേ ബുക്ക് ഏഷ്യൻ രാജ്യങ്ങൾ വീണ്ടും പുറത്തെടുത്തിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ ലക്ഷ്യം ജീവൻ രക്ഷിക്കലല്ല, മറിച്ച് ഇന്ധനം ലാഭിക്കലാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ, ഇന്ധനവില കുതിച്ചുയരുമ്പോൾ എന്താണ് ഇന്ത്യയുടെ അവസ്ഥ? ആദ്യം നമുക്ക് ഇന്ത്യയിലെ ആ വൈറൽ ട്രെൻഡിലേക്ക് തന്നെ വരാം. കഴിഞ്ഞ മാർച്ച് 24-ന് ഗൂഗിളിലും എക്സിലുമൊക്കെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ടത് ലോക്ക്ഡൌൺ എന്ന വാക്കാണ്. പ്രധാനമന്ത്രി വീണ്ടും രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു എന്നൊരു വ്യാജ സന്ദേശം വാട്സാപ്പിൽ കാട്ടുതീ പോലെ പടർന്നു. പലരും കരുതിയത് കൊറോണ തിരിച്ചു വരുന്നു എന്നാണ്. എന്നാൽ സത്യാവസ്ഥ അതല്ല. ഇറാൻ യുദ്ധം കാരണം ഇന്ത്യയിൽ പെട്രോൾ റേഷൻ ഏർപ്പെടുത്താൻ പോകുന്നുവെന്നും ഇന്ധനം ലാഭിക്കാൻ സർക്കാർ 21 ദിവസത്തെ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാൻ പോകുന്നുവെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇത് ഉള്ളതാണോ അതോ വ്യാജ വാർത്തയാണോ? നിലവിൽ ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി ലോക്ക്ഡൌൺ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ അയൽ രാജ്യങ്ങളിലെ അവസ്ഥ കണ്ടിട്ടാണ് ഇന്ത്യക്കാരും പേടിക്കുന്നത്. ഇത്തവണത്തെ ആയുധം ബോംബുകളല്ല, മറിച്ച് ഓയിൽ ആൻഡ് ഗ്യാസ് ആണ്. ഇറാൻ അവരുടെ ഏറ്റവും വലിയ ആയുധമായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് അടച്ചുപൂട്ടിയതോടെ ലോകം ശ്വാസം മുട്ടുകയാണ്. ഫെബ്രുവരി 28-ന് തുടങ്ങിയ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് പിന്നാലെ ഇറാൻ ഈ ഒരു കവാടം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഇതൊരു നിസ്സാര കാര്യമല്ല. ലോകത്ത് കപ്പൽ വഴി നീങ്ങുന്ന ക്രൂഡ് ഓയിലിന്റെ 30%, നാച്ചുറൽ ഗ്യാസിന്റെ 20% പോകുന്നത് ഈ വഴിയിലൂടെയാണ്. ഈ ഒരു ചോക്ക് പോയിന്റ് അടഞ്ഞതോടെ ഏഷ്യയിലെ ഊർജ്ജ വിതരണം പാടെ തകർന്നു. പെട്രോൾ വില ആഗോള വിപണിയിൽ ബാരലിന് $126 വരെ ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇന്ധനവില 20 മുതൽ 30% വരെ ഒറ്റയടിക്ക് കൂടുകയും ചെയ്തു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പെട്രോൾ ക്ഷാമം വരുന്നു. നിത്യോപയോഗ സാധനങ്ങളുമായി വരുന്ന ലോറികൾ വഴിയിൽ കിടക്കുന്നു. വിമാന യാത്രകൾ ക്യാൻസൽ ആകുന്നു. ഇതിനെയാണ് എനർജി ഹൊറർ എന്ന് വിളിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ നേരിടുന്നത് ഒരു യുദ്ധത്തെയല്ല, മറിച്ച് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകരുന്ന കാഴ്ചയാണ്. ഏഷ്യൻ രാജ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ കോവിഡ് കാലത്തെ പ്ലേബുക്ക് വീണ്ടും ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം ശ്രീലങ്കയും പാകിസ്ഥാനും. ഈ 2 രാജ്യങ്ങളും സാമ്പത്തികമായി തകർന്നു നിൽക്കുകയാണ്. ഇന്ധനത്തിനായി വലിയ തുക ചെലവാക്കാൻ ഇവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാരോട് ആഴ്ചയിൽ 3 ദിവസം മാത്രം ഓഫീസിൽ വരാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. ബാക്കി സമയം വർക്ക് ഫ്രം ഹോം. കൊറോണ കാലത്തെ പോലെ തന്നെ നിരത്തുകൾ വിജനമായി തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാൻ സർക്കാർ ജീവനക്കാരുടെ ഇന്ധന അലവൻസ് 50% വെട്ടിക്കുറച്ചു. ശ്രീലങ്ക പെട്രോൾ ലാഭിക്കാൻ എല്ലാ ബുധനാഴ്ചയും സർക്കാർ ഓഫീസുകൾക്ക് പൊതു അവധി നൽകിയിരിക്കുകയാണ്. ഇനി ഫിലിപ്പൈൻസിലേക്ക് വരാം. ഫിലിപ്പൈൻസിൽ ഇന്ധനവില നിയന്ത്രിക്കാൻ സർക്കാർ പമ്പുകളിൽ പ്രൈസ് ക്യാപ്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു നിശ്ചിത വിലയ്ക്ക് മുകളിൽ പെട്രോൾ വിറ്റാൽ പമ്പിന്റെ ലൈസൻസ് റദ്ദാക്കും. ഇതുമൂലം പല പമ്പുകളും അടച്ചിട്ടിരിക്കുകയാണ്. ജനങ്ങൾ പഴയ ലോക്ക്ഡൌൺ കാലത്തെ പോലെ കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരുന്നുണ്ട്. അവിടെ പ്രസിഡന്റ് മാർക്കോസ് ജൂനിയർ നാഷണൽ എനർജി എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 1 വർഷത്തേക്കാണ് ഈ ഒരു എമർജൻസി. ഗവൺമെന്റ് ഓഫീസുകളെല്ലാം ഇപ്പോൾ ആഴ്ചയിൽ 4 ദിവസം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. വിമാനങ്ങൾക്ക് ആവശ്യമായ ജെറ്റ് ഫ്യൂവൽ തീരാറായെന്നും ഉടനെ വിമാനങ്ങൾ നിലത്തിറക്കേണ്ടി വരുമെന്നുമാണ് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇനി ബംഗ്ലാദേശിലേക്ക് വരുമ്പോൾ സ്കൂളുകൾക്ക് വീണ്ടും ഓൺലൈൻ ക്ലാസുകൾ നിർബന്ധമാക്കി. കുട്ടികൾക്ക് സ്കൂൾ ബസ്സുകളിൽ യാത്ര ചെയ്യാൻ ഇന്ധനം ഇല്ലാത്തതുകൊണ്ടാണ്. നഗരങ്ങളിൽ രാത്രികാലങ്ങളിൽ തെരുവ് വിളക്കുകൾ പോലും അണച്ചിട്ടിരിക്കുകയാണ്. പമ്പുകളിൽ ഹോർഡിംഗ്, അതായത് പൂഴ്ത്തിവെക്കുന്നത് തടയാനായിട്ട് പട്ടാളത്തെ കാവൽ നിർത്തിയിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റികളെല്ലാം അടച്ചു. വൈദ്യുതി ലാഭിക്കാൻ ഈദ് ആഘോഷങ്ങൾക്ക് പോലുമുള്ള അലങ്കാര വിളക്കുകൾ അണയ്ക്കാൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇനി തായ്ലൻഡിലേക്ക് വരുമ്പോൾ തായ്ലൻഡ് ഗവൺമെന്റ് ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ കൗതുകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്വാപ്പ് സൂട്ട്സ് ഫോർ ടീഷർട്ട്സ്, അതായത് ടൈയും കോട്ടും ഒഴിവാക്കി സാധാരണ വസ്ത്രങ്ങൾ ധരിക്കുക. AC-യുടെ ടെമ്പറേച്ചർ 26-27 ഡിഗ്രിയിൽ കുറയ്ക്കരുത്. ലിഫ്റ്റിന് പകരം പടികൾ ഉപയോഗിക്കണം. ഈ നിയന്ത്രണങ്ങൾ കാണുമ്പോൾ നമുക്ക് 2020-ലെ ആ പഴയ ലോക്ക്ഡൌൺ കാലം ഓർമ്മ വരും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അന്ന് ഡിമാൻഡ് കുറഞ്ഞപ്പോൾ പെട്രോൾ വില ഇടിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ വീട്ടിലിരിക്കുന്നത് വഴി ഡിമാൻഡ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും സപ്ലൈ ഇല്ലാത്തത് കാരണം കൊണ്ട് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്.
അന്ന് ബാങ്കുകൾ പലിശ നിരക്ക് കുറച്ച് ജനങ്ങളെ സഹായിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം പിടിച്ചു നിർത്താൻ ബാങ്കുകൾ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുകയാണ്. അതായത് ലോൺ എടുത്തവർക്കും സാധാരണക്കാർക്കും ഇത് ഇരട്ട പ്രഹരമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ പാചകവാതകത്തിന് വലിയ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. ഡൽഹിയിലും മുംബൈയിലും LPG സിലിണ്ടറുകൾ ബ്ലാക്ക് മാർക്കറ്റിൽ വൻ വിലയ്ക്കാണ് വിൽക്കുന്നത്. ഇനി ഇന്നത്തെ, അതായത് 2026 മാർച്ച് 26 ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം രാവിലെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ ഇറാന്റെ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡ് ലക്ഷ്യമിട്ട് വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത് ലോകത്തെ ഗ്യാസ് വിതരണത്തെ വീണ്ടും മോശമായി ബാധിക്കും. മറുഭാഗത്ത് ഇന്ത്യ ഈ പ്രതിസന്ധി മറികടക്കാൻ റഷ്യയിൽ നിന്ന് കൂടുതൽ ഓയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ്. അമേരിക്ക ഇതിന് 30 ദിവസത്തെ പ്രത്യേക അനുമതി നൽകിയിട്ടുണ്ട്. റൂബിൾ ട്രേഡ് വഴി കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ എത്തിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ചൈനയും റഷ്യയുമായി കൈകോർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഏഷ്യയിലെ വലിയ ശക്തികൾ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ഗവൺമെന്റ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു: കൺസർവ് ഫ്യൂവൽ. പെട്രോൾ പമ്പുകളിൽ തിരക്ക് കൂട്ടരുത്, അനാവശ്യമായി സ്റ്റോക്ക് ചെയ്യരുത്. 2020 പോലെ പാനിക് ആകേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും നമ്മുടെ രാജ്യത്തും എനർജി ലോക്ക്ഡൌൺ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നത് നിലവിൽ 20 മുതൽ 25 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ട് എന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ പേടിക്കേണ്ട സാഹചര്യം ഇന്ത്യയിലില്ല. പക്ഷേ നിയന്ത്രണങ്ങൾ കടുപ്പിക്കേണ്ടി വരും. എന്ത് തന്നെയാണെങ്കിലും പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഈ ലോക്ക്ഡൌൺ ഒരു വലിയ തിരിച്ചടിയാണ്. സ്വിഗ്ഗി, സൊമാറ്റോ പോലെയുള്ള ഡെലിവറി പാർട്ട്നേഴ്സ് വണ്ടി ഓടിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ്. ഭക്ഷണ സാധനങ്ങളുടെ വില 40% വരെ വർദ്ധിച്ചു. ഇതൊരു സാധാരണ യുദ്ധമല്ല, നമ്മളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന വലിയൊരു കെണി തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ലോകം മറ്റൊരു യുദ്ധത്തിന്റെ ക്രൂരത അനുഭവിക്കുകയാണ്. ഒരു വശത്ത് വെടിയുണ്ടകൾ പായുമ്പോൾ മറുവശത്ത് നമ്മൾ സാധാരണക്കാർ ഇന്ധനത്തിനും ഭക്ഷണത്തിനുമായിട്ട് നെട്ടോട്ടമോടുകയാണ്. ഈ യുദ്ധം അവസാനിക്കുന്നതുവരെ നമ്മുടെ ജീവിതം പഴയ രീതിയിലാകില്ല. നമ്മൾ ഓരോരുത്തരും ഇന്ധനം ലാഭിക്കാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, പൊതുഗതാഗതം ഉപയോഗിക്കുക. ഇതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇറാൻ യുദ്ധം നൽകുന്ന ഭീതി ഇനിയും അവസാനിച്ചിട്ടില്ല. ഇന്ത്യയിൽ ലോക്ക്ഡൌൺ വരുമോ ഇല്ലയോ എന്നത് യുദ്ധത്തിന്റെ വരും ദിവസങ്ങളെ ആശ്രയിച്ചിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.